1.5 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇഡ്ഡലി റൈസ് എന്ന് പറയുന്നത്. നമുക്കിത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചോദിച്ചപ്പം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇഡ്ഡലി റൈസ്. അപ്പോൾ ഇഡ്ഡലി റൈസ് ഇല്ല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല പച്ചരി എടുത്താലും മതി. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ അധികം സ്റ്റാർച്ച് ഇല്ലാത്ത നല്ല ക്വാളിറ്റി പച്ചരി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷറിംഗ് കപ്പാണ്. അങ്ങനെ 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് അരഞ്ഞു വരും. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ സാധനങ്ങളാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടതെന്നുള്ളതും പിന്നെ എങ്ങനെയാണ് അരച്ചെടുക്കുക എന്നുള്ളതും നമുക്ക് കാണാം. ഞാനിവിടെ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അരി മാത്രം ചേർക്കുക അതിലേക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇഡ്ഡലി റൈസിന് പകരം നല്ല പച്ചരി യൂസ് ചെയ്യാം. സോനാ മസൂരി റൈസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ നല്ല ക്വാളിറ്റി ആയിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. അപ്പം ഏത് കപ്പിലാണോ നിങ്ങൾ അരി എടുത്തത് ആ സെയിം കപ്പിൽ തന്നെ ഈ ചിരകിയ തേങ്ങ എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ റോ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളറിൽ ഇരിക്കണത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറാണ് ചേർക്കണമെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്തോളൂ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതിനകത്ത്. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് അവൽ ചേർക്കാം. ഇത് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അവലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ചേർക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ചോറ്, അതായത് കുത്തിരിച്ചോറോ വൈറ്റ് റൈസോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. അപ്പം നിങ്ങൾ അവൽ ഇതുവരെ ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അവൽ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കണേ. ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമുള്ളത്ര വെള്ളം ചേർക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ നികക്കെ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അതായത് അതിൻ്റെ സെയിം ലെവലിൽ വരുന്ന പോലെ വെള്ളം ഒഴിക്കണം. ഏകദേശം ഞാനിപ്പോൾ 2.25 കപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കൂടിപ്പോവാനും കുറഞ്ഞു പോകാനും പാടില്ല. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കാം. ഒട്ടും തരിതരികളില്ലാതെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിരിക്കണേ. നമുക്കിത് വലിയൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കണ്ടു, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിൻ്റെ. ഇത്തിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നീർദോശയുടെയൊക്കെ ബാറ്റർ പോലെ വല്ലാണ്ട് അങ്ങ് തിന്നാവാനും പാടില്ല. ഇത് നല്ല കറക്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്കത് അടച്ചു വെക്കാം. എന്നിട്ട് ഏകദേശം ഒരു 8 hours നമുക്കത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് എടുക്കണമെങ്കിൽ തലേന്ന് രാത്രി ഒന്ന് അരച്ചിട്ടാൽ മതി. പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്ക് ഇത് ഫെർമെൻറ്റഡ് ആയിട്ട് വന്നോളൂ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പാൻ അത്യാവശ്യം ചൂടായതിന് ശേഷമാണ് നമ്മൾ ബാറ്ററിയിലേക്ക് ഒഴിക്കേണ്ടത്. പക്ഷേ പാൻ വല്ലാണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല, അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം ചൂട് വേണം, എന്നാൽ വല്ലാണ്ടങ്ങ് ചൂടാവാനും പാടില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവണം, അവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ട് ഷീന്നുള്ളൊരു സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചൂടായിട്ടുണ്ടെന്നുള്ളത്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ട് ഇങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക, എന്നിട്ടൊരു ലോ മീഡിയത്തിലേക്ക് മാറ്റുക. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് മതിയാവും. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നു നോക്കി നോക്കാം കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്, കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോവും, വേവാനും പ്രയാസമായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഇടത്തരം തീയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ സെൻറ്റർ ഭാഗം തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഒട്ടിയൊന്നും പിടിക്കുന്നില്ല, അതിൻ്റെ അടുത്താണ് കുക്കായിട്ടുള്ളതാണ്. നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. നമുക്കിത് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണിത്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നത് ഇന്ന് വറുത്തരച്ച മുട്ടക്കറിയാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഈ അപ്പത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കും. നല്ല കോമ്പിനേഷനാണ് ഈ അപ്പവും വറുത്തരച്ച മുട്ടക്കറിയും.
അപ്പം ഞാൻ പറഞ്ഞ പോലെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസൊക്കെ എന്നെ അറിയിക്കൂ. വീണ്ടും മറ്റൊരു ഡിഷായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.